നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ തലകുനിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇത്രയും നാളും കൊണ്ടുവന്നിരുന്ന ഊഷ്മളമായ ബന്ധം തച്ചുടയുന്ന കാഴ്ച. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതങ്ങനെ വഴിക്ക് തയ്യാറുമല്ല. പ്രവാചകൻ മുഹമ്മദ് നബി വിരുദ്ധ പരാമർശത്തിൽ അറബ് രാജ്യങ്ങളുടെ അതൃപ്തി പരിഹരിക്കാൻ അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടേക്കുമെന്ന വാർത്തകളാണ് വരുന്നത്. വിഷയം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഹൃത്ത് രാജ്യങ്ങളുമായി സംസാരിച്ചേക്കുമെന്നാണ് സൂചന. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കാരായ നമ്മുടെ പ്രവാസികൾ തലകുനിക്കുന്ന കാഴ്ചയാണ്. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുകയാണ്. വിദേശകാര്യമന്ത്രി സ്ഥിതി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ തെറ്റിദ്ധാരണ നീക്കാൻ നടപടിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിൽ ഇടപെട്ടത് വൈകിയെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഇതിനിടെ ഇന്ത്യ വിഷയത്തിൽ പരസ്യമായി ക്ഷമാപണം നടത്തണമെന്ന് ഖത്തറും കുവൈറ്റും ആവശ്യപ്പെട്ടു. കൂടാതെ ലിബിയയും സംഭവത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. BJP വക്താവ് നൂപുർ ശർമ്മ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ആഗോളതലത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഇസ്ലാം വിശ്വാസികളിൽ പരാമർശം വേദനയുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പരസ്യമായി ക്ഷമാപണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ ചൂണ്ടിക്കാട്ടി. വിദേശകാര്യമന്ത്രി സഹമന്ത്രി സുൽത്താൻ ബിൻ സാദ് അൽ മുറൈഖി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തലിന് കൈമാറിയ ഔദ്യോഗിക കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ധാർമ്മികവും മാനുഷികവുമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും തള്ളിക്കളയണമെന്നാണ് UAE ആവശ്യം. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ അനുയായികളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ഏത് തരം പ്രവർത്തനങ്ങൾ തടയാനും നടപടിയുണ്ടാക്കണമെന്നും UAE പ്രതിഷേധ കുറിപ്പിൽ വ്യക്തമാക്കി. ഇതിനിടെ കുവൈറ്റിൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. അൽ അർദിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോറിലെ തൊഴിലാളികളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയത്. കുവൈറ്റ് മുസ്ലിം ജനത എന്ന നിലയിൽ പ്രവാചകനെ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ പറയുകയായിരുന്നു. GCC രാജ്യങ്ങൾക്ക് പുറമെ ജോർദാൻ, ഇന്തോനേഷ്യ, മാലിദ്വീപ് അടക്കം കൂടുതൽ രാജ്യങ്ങൾ പ്രവാചക നിന്ദയിൽ ഇന്ത്യക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.